ഈ 3 സ്ഥലത്തു നിന്നും കൊള്ള നടന്നു എന്ന് ഇവിടെ ഭരിച്ചിരിക്കുന്ന BJP ഗവൺമെന്റുകൾ സമ്മതിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവർക്ക് അമ്പലവും ദൈവവും ഒക്കെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. ദൈവത്തിന് നോട്ട് കിട്ടുകൊണ്ട് എന്താ കാര്യം? ഗാന്ധിജിയുടെ നോട്ട് ശ്രീരാമന്റെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പകരം ആ നോട്ട് ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡിലാണ് സംഭവിച്ചെങ്കിൽ ടീച്ചറോട് എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? കോൺഗ്രസോ ആപ്പോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് സംഭവിച്ചെങ്കിൽ ടീച്ചർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഹിന്ദുവിന്റെ ക്ഷേത്രം കട്ടുകൊണ്ട് പോകണേ, ഹിന്ദു കൊണ്ടുവരണമെന്നൊക്കെ പറയില്ലേ? ചിന്നു യാദവ് ഉണ്ട്, അപ്പുറത്തിന് അഖിലേഷ് യാദവ് ഉണ്ട്. അവിടെ യാദവര് ശക്തരാണെങ്കിലും പിന്നോക്ക സമൂഹങ്ങളിൽ ഒന്നാണ്. അപ്പം പിന്നോക്ക സമുദായത്തിലെ രണ്ടുപേരെ ചേർത്തൊരു കഥയുണ്ടാക്കി ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഇനിയും BJP നേതാക്കളായ വിനയ് കട്ടിയാർ അടക്കം ചമ്പത് റായിയെ തെള്ളി പറയുന്നുണ്ട്, ബാക്കി ആൾക്കാർ തെള്ളി പറയുന്നുണ്ട്. പക്ഷേ BJP നേതൃത്വം തെള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഇതിന്റെ കള്ളത്തരങ്ങൾ എല്ലാം വെളിയിൽ വരണം. അല്ലാതെ ഈ ചെറിയ 6 മീനുകൾ കാശ് എണ്ണാനിരുന്ന കുറെ ആൾക്കാരാണ് 50 കോടി രൂപയുടെ സ്വത്തുണ്ടാക്കിയെന്നോ കോടിക്കണക്കിന് രൂപ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് കോർട്ട് മോണിറ്റേർഡ് പ്രോബ്. നമ്മുടെ KC വേണുഗോപാൽ സാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം.